അപ്പൊ പറഞ്ഞ പോലെ. ശരി എന്നാൽ. അത് ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയതാ. ഹലോ, ആ ഇവിടെ സുഖമല്ലേ? വലിയ സുഖമൊന്നുമില്ല. ബലൂൺ പി പോയി കളിച്ചോ. അമ്മയ്ക്ക് പൊരിയുണ്ട്. പെണ്ണുങ്ങളുണ്ട്. നന്നായി. ഈ മനുഷ്യന്റെ തലയ്ക്ക് മുട്ടി പിടിച്ചോ. എന്റെ ദൈവമേ, ആരാ ഇവിടെ പ്രേതത്തെ കണ്ട മഹാൻ? ഭയങ്കര ചതിയായി പോയി. ഞാൻ ഇനി ലീവ് കണ്ടിന്യൂ വരുമല്ലോ. പോയി കണ്ടിന്യൂ ചെയ്യണോ? മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പൊ ഒരു കണ്ടിന്യൂ. ഹലോ, ഹായ്. ഓർക്കുന്നുണ്ടോ? മറക്കാൻ പറ്റുമോ? എന്താ ഇന്നത്തെ ഇന്റർവ്യൂ? ജോലി കിട്ടി, ജോയിൻ ചെയ്തു. റിയലി? ഓ ഗോഡ്, ഞാൻ പേടിച്ചു. എന്ത് വിഷമായിരുന്നോ ഞാൻ കാരണം. അതുകൊണ്ടാ കിട്ടിയത്. സത്യം? ചളിയിൽ കുളിച്ചു വന്ന കാൻഡിഡേറ്റിനെ കണ്ടപ്പോ സിമ്പതി, പിന്നെ സ്മാർട്ടായിട്ട് 2 ഡയലോഗി കാച്ചപ്പോ ജോലി ഉറച്ചു. എന്താ ഇവിടെ? ദേ എന്റെ ഫ്രണ്ട് വൈകുന്നേരങ്ങളിൽ എന്നും ഇവിടെ വരും. ആ ചുവന്ന് തുടുത്ത മുഖം എത്ര കണ്ടാലും മതി വരില്ല. പ്രഭാതത്തേക്കാൾ സൗന്ദര്യം പ്രദോഷത്തിനാ അല്ലേ? ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. വട്ട് കേസാണെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ആയുധവും ഏന്തി നിൽക്കുന്ന ഒരു തൊഴിൽ രഹിതൻ. പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധമില്ല. ഒരു നിമിത്തം പോലെ കിട്ടി. ദാറ്റ്സ് ഓൾ. ഞാൻ കുറച്ചു ദിവസമായിട്ട് തെരഞ്ഞെടുക്കായിരുന്നു. 3 ദിവസമായിട്ട് ഇതും കൊണ്ട് നടക്കുക. എവിടെയെങ്കിലും വെച്ച് കണ്ടുകൂട്ടിയാ തരാൻ. താങ്ക്സ് ആദ്യം അറിയിക്കേണ്ടത് ഇവിടെയാണല്ലോ. പ്ലീസ് ടേക്ക് ഇറ്റ്. താങ്ക് യു. ഒന്നുകൂടി വേണമായിരുന്നു. എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ. ഓ യെസ് പ്ലീസ്. എന്നും വരാറുണ്ടോ ബീച്ചിൽ? ചിലപ്പോ. ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ പുള്ളി പിണങ്ങും. അതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അയ്യോ സമയായി, പോട്ടെ. ഓക്കെ ബൈ. സീ യു. പിന്നെയും ഒരു ചോക്ലേറ്റ് കൂടി അവളെടുത്തു. വേണ്ടപ്പെട്ട ആർക്കോ കൊടുക്കാനാണത്രേ. ആരായാലും അവൻ ഭാഗ്യവാനാ. ഐശ്വര്യവും വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടിയില്ലേ? നീ പേര് ചോദിച്ചില്ലേ? കണ്ടപ്പോ ഞാനത് മറന്നു. ആ, ഇനി കാണുമ്പോ ആദ്യം പേര് ചോദിക്കണം. സോറി. തോന്നിയതാ. പെട്ടെന്ന് പേടിച്ചു പോയില്ലേ? ഞാനും ഒക്കെ ഞാൻ കണ്ടു. ഓടുന്നതും ഒളിക്കുന്നതും എന്നെ പറ്റിക്കാനായിരുന്നില്ലേ? യെസ് യെസ്. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. കണ്ടുപിടിച്ച് കളഞ്ഞു അല്ലേ കള്ളി. അങ്ങനെ എന്നെ എളുപ്പം വണ്ടിയാക്കാൻ പറ്റില്ല, മനസ്സിലായോ? ആ, ഇന്നലൊരു കാര്യം മറന്നു. വീട്ടിലെത്തിയപ്പോഴാ ഓർത്തത്. ഞാൻ പേര് ചോദിച്ചില്ല. അയ്യോ ഞാനും മറന്നു. എന്താ പേര്? എന്റെ പേര് ലത എസ് പിള്ള. എന്റെ പേര് കുഞ്ഞനന്ദൻ. എന്താ കുഞ്ഞി അനന്തനായത്? അച്ഛന്റെ പേര് അനന്തൻ നായർ. ആറ്റു നോറ്റൊരു മോനുണ്ടായപ്പോ അച്ഛന്റെ പേരിനൊപ്പം കുഞ്ഞ് ചേർത്ത് വിളിച്ചു. അങ്ങനെ കുഞ്ഞനന്ദനായി. അമ്പലത്തിലെ ഉരുളി കമത്തിണ്ടായ മോനാ. ആ, അത് കണ്ടപ്പോ മനസ്സിലായി. ആ, ജോലി കിട്ടിയ വകുപ്പിൽ എന്റെ വക ഒരു ഐസ്ക്രീം കഴിക്കൂ. ഓ ഷുവർ. വീട്ടിലെ കുട്ടികളെ നാവിന് വഴങ്ങാൻ പേരൊന്നുകൂടി കുഞ്ഞാക്കി. അവരെന്നെ കുന്തൻ മാമ എന്നാ വിളിക്കാറ്. കുണ്ടൻ മാമൻ?
അയ്യേ കുണ്ടൻ മാമനല്ല, കുന്തൻ മാമ. KUNDHAN, കുന്തൻ. കുന്ദൻ, നൈസ് നെയിം. ഞാനും എന്നെ അങ്ങനെ വിളിക്ക. എങ്ങനെ? കുന്ദൻ. ഇഷ്ടാവില്ലേ? ഹാവൂ. വാസോട്ടെ. എവിടെ പോയി? സോറി. പെട്ടെന്ന് എവിടെ പോയി? എന്താ ഓടിക്കളഞ്ഞത്? അല്ല, അത് പിന്നെ നമ്മള് എനിക്കറിയാം, ഫ്രണ്ട്സുകൾ ആരോ കണ്ടു അല്ലേ? ഇനി ഇപ്പൊ ചോദിക്കും, ഐസ്ക്രീമും നുണഞ്ഞ് കൂടെ ചെത്തി നടക്കുന്ന പെണ്ണ് ഏതാണെന്ന്. അപ്പൊ എന്ത് പറയും? അപ്പോ ഞാൻ എന്താ പറയേണ്ടത്? ചുമ്മാ പറഞ്ഞേക്ക്, എന്റെ ലവർ ആണെന്ന്. എന്താ, എന്നെ പ്രേമിക്കാൻ കൊള്ളില്ലേ? See you, കുന്ദു. Bye. ബൈ. കുണ്ടൻ അഥവാ കുന്തം, നിനക്ക് പറ്റിയ പേര് തന്നെ അവള് വിളിച്ചിരിക്കുന്നത്. കൊതിപ്പിക്കാണ് അവള്, ശരിക്കും കൊതിപ്പിക്ക. എന്താ ഇത്? ഈ സ്നേഹവും തുമ്മലും ഒരുപോലെയാ, അടക്കി വെക്കാൻ പറ്റില്ല. ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരവിലവുമായ അസുലഭ നിമിഷത്തിൽ നമുക്കിങ്ങനെ അല്പം ജോഡി ചേർന്ന് TV കാണാം, അല്ലേ? എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല, വെറുതെ ഒരു ദുർസ്വപ്നം കണ്ടതാ. ഹലോ. വന്നല്ലോ. ഐ എം വെയിറ്റിംഗ് ഫ്രം 30 minutes ഫോർ യു. എന്തിന്? നാളെ ഓഫീസ് ഉണ്ടോ? ഉണ്ട്. നാളെ എനിക്ക് വേണ്ടി ഒന്ന് ഫ്രീ ആവോ? ഫുൾ ഡേ വേണ്ട. എന്തിനാ? നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കസ്തൂർബ ഹോസ്പിറ്റൽ വരെ ഒന്ന് കൂടെ വരണം പ്ലീസ്. എന്താ പ്രശ്നം? വിശ്വാസമുള്ള ആളെയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് ഇയാളെ വിശ്വാസ. കാര്യം എന്താ? ഇറ്റ്സ് എ സീക്രട്ട്, പ്ലീസ്. അയ്യോ, പോണം, ധൃതിയുണ്ട്. നാളെ 2 മണിക്ക് ഹോസ്പിറ്റൽ ഗേറ്റിൽ ഞാൻ കാത്തു നിൽക്കും. യു മസ്റ്റ് കം പ്ലീസ്. ഓക്കെ, ബൈ. പ്രശ്നം മറ്റൊന്നുമല്ല, വലിയ വീട്ടിലെ പെമ്പിള്ളേർക്ക് സംഭവിക്കുന്ന ഒരു തമാശ. എന്താ പിടികിട്ടിയോ നിനക്ക്? അബോർഷൻ. ഇനി കുറ്റം ഏറ്റെടുക്കാൻ ഒരാള് വേണം. മാത്രമല്ല, അവനൊരു വിഡ്ഢിയായിരിക്കണം. നിന്നെ പോലൊരു പമ്പര വിഡ്ഢി. ബെസ്റ്റ് സെലക്ഷൻ അളിയാ. നാളെ പോയാ എന്തൊക്കെയോ കുത്തിക്കുറിച്ചൊരു പേപ്പർ നിന്റെ മുന്നിലോട്ട് നീട്ടും. എന്നിട്ട് ഒപ്പിടാൻ പറയും, ഇവിടെ 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 എന്നൊക്കെ. അപ്പൊ നീ എന്ത് ചെയ്യും? ഒപ്പിടും. അതാ ആർക്കും വേണ്ടാത്ത എന്റെ ഒരു ഒപ്പ് അവക്ക് ഉപകരിക്കെങ്കിൽ എടുത്തോട്ടാ. പക്ഷെ എനിക്കിതേ എന്റെ ഹൃദയം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എനിക്ക് അത് മതിടാ പുല്ലേ. അവന്റെ എന്താ എല്ലാവരും ചതിയന്മാരാ. എനിക്കാരാ വേണ്ട വേണ്ട. ഒരു ബിയറിന് ഇത്രയും കിട്ടുക?